വൈകിട്ട് രാജേഷേട്ടൻ കമ്പനിയിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും മറ്റേ 2 രൂപയുടെ ബ്രൂ ഇല്ലേ അത് കൊണ്ടുവന്നു കേട്ടോ. ഒരു കോഫി കുടിക്കാൻ മോഹം വന്നേ. അങ്ങനെ പിന്നെ കോഫി ആക്കി. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് അവലിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനങ്ങ് അവൽ നനച്ചെടുക്കത്തില്ലേ, ഉണ്ടയും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കോഫി കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമിക്കുഞ്ഞ് തേണ്ട അവളുടെ കലാപരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ രാജേഷേട്ടൻ. പിന്നെ അവളുടെ താളത്തിനിരുന്ന് കൊടുത്തോളുവേ. എത്ര ഇടിയാ ഒരു ദിവസം മേടിക്കുന്നതിന് രാജേഷേട്ടന് പോലും അറിയത്തില്ല കേട്ടോ. പക്ഷെ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നും വരാറില്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ചിപ്പിയും വിശാഖും താണ്ട ഫുഡ് അടിക്കാൻ പോകാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ കായംകുളത്തോട്ട് കൊണ്ടുപോയി കേട്ടോ. ഞാൻ ഇതുവരെയും പോയിട്ടില്ലായിരുന്നു കേട്ടോ. മന്തിയായിരുന്നേ ഓർഡർ ചെയ്തത്. ഞാൻ പെരി അമ്പാടിയും ചിപ്പിയാണെങ്കിൽ നോർമൽ, പിന്നെ വിശാഖും രാജേഷേട്ടനും ആണെങ്കിൽ ഷവായി ആയിരുന്നു കേട്ടോ. എല്ലാം മന്തിയായിരുന്നു. നല്ല ഫുഡായിരുന്നേ, എനിക്കിഷ്ടപ്പെട്ട. അമ്പാടിമോനും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെയും ഫുഡെല്ലാം നല്ലതായിരുന്നെന്ന് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ സമയം നമ്മുടെ വിദ്യുക്കുട്ടനും ആമിക്കുഞ്ഞും ഉണ്ടല്ലോ, അവർക്കാണ് സെപ്പറേറ്റ് പ്ലേറ്റ് കൊടുത്തിട്ട് അവർക്ക് നമ്മളുടേത് കുറേശ്ശെയൊക്കെ ഇട്ട് കൊടുത്ത്, കുറച്ച് എരിവില്ലാത്ത ചിക്കൻ, എൻ്റെത് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു, പെരുവരിയായിരുന്നു കേട്ടോ. അതൊക്കെ കൊടുത്തിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്താൽ എല്ലാം കഴിച്ച് ഇരിക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം എന്താണെന്നറിയത്തില്ല, ഒരു അലമ്പും ഇല്ലായിരുന്നു. 2 പിള്ളേരും, രണ്ടെന്നല്ല അമ്പാടിപ്പൊന്നും ഇല്ലായിരുന്നു. അമ്പാടിപ്പൊന്നും ഇപ്പോൾ വലുതായല്ലോ. അവരാണെങ്കിലും ഒരു അലമ്പും ഇല്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ അമ്പാടി പൊന്നിന് ലൈമും പറഞ്ഞ് ബാക്കി എല്ലാവർക്കും നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ ഓർഡർ എടുത്തത്. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാജേഷേട്ടൻ ബില്ലെടുത്ത് എൻ്റെ നേരെ ഒരു നീട്ട്. ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി ഗൈസ്.